ഒന്ന് ആഞ്ഞ് കിളക്കി വിക്രമ. എന്താടാ നോക്കുന്നത്? എന്താടോ? ഒന്നുമില്ല സാർ. വിക്രം വാ. അതെ, ഞാനൊരു പരോളിന് ശ്രമിക്കുന്നുണ്ട്. താൻ ആദ്യം നിരാശ ഒഴിവാക്ക്. നിരാശയല്ല സർ, സങ്കടമാണ്. അമ്മയുടെ അവസാന സമയത്ത് ശരിക്കും എന്തോ വരാനിരിക്കുന്നു എന്ന് എനിക്ക് തോന്നിയതാ. പക്ഷേ അത് തന്നെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അമ്മയല്ലേ പോയിട്ടുള്ളൂ, അച്ഛനില്ലേ? ഈ സമയത്ത് കുറച്ചു ദിവസം താൻ അച്ഛനടുത്ത് നിന്ന് നിന്നാ അതൊരു ആശ്വാസമാവുമെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ പരോളിന് ശ്രമിച്ചത്. പിന്നെ വേദയെ കണ്ടെത്താനുള്ളൊരു ശ്രമവും കൂടി ഞാൻ നടത്തുന്നുണ്ട്. കാര്യമില്ല സർ. നിങ്ങൾ ആര് ശ്രമിച്ചാലും അവളെ കണ്ടെത്താൻ പറ്റില്ല. അവളെ സ്വയം പതുങ്ങിയിരിക്കുന്നത്. ഞാൻ പുറത്തിറങ്ങുന്ന നിമിഷം അവൾ പുറത്തു വരും. എന്നോടൊപ്പം ജീവിക്കാനും ഞങ്ങളോട് ചെയ്തു കൂട്ടിയ ഓരോന്നിനും എൻ്റെ തോളോട് ചേർന്ന് നിന്ന് ഫൈറ്റ് ചെയ്യാനും. ഓ, അപ്പൊ ഇവിടുന്ന് പോയ വേഗതയിൽ തിരിച്ചെത്താനാണോ പരിപാടി? ഒരിക്കലുമില്ല സർ. ഇനി വിക്രത്തിനും വേദയ്ക്കെതിരെ ഒരു തെളിവും അവശേഷിക്കില്ല. സാർ എന്തായാലും പരോളിന് ശ്രമിക്കുക. ഞാൻ എന്തായാലും അച്ഛൻ്റെ കൂടെ കുറച്ച് ദിവസം നിൽക്കട്ടെ. ചിലപ്പോൾ ആ സമയത്ത് അവളും എന്നെ തേടിയെത്തും. സാറ് പേടിക്കണ്ട. പരോള് കാലത്ത് ഞാൻ ഒരു പ്രതികാരത്തിനും ഇറങ്ങി പുറപ്പെടില്ല. ഞാനെന്നാ എൻ്റെ പണിയൊന്ന് തീർക്കട്ടെ. എന്താ സാറേ പ്രശ്നം? പണി ഏൽപ്പിച്ച് ഒരുത്തിന് ഇപ്പൊ ഫോൺ എടുക്കുന്നില്ല. സാർ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, കുറച്ച് കഴിഞ്ഞ് ട്രൈ ചെയ്യാം. രണ്ടു ദിവസമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നു. ഒന്നുകിൽ ഓഫ്, റിങ് ചെയ്താൽ എടുക്കത്തില്ല, അല്ലെങ്കിൽ കട്ട് ചെയ്യും. അപ്പൊ അവർ മനഃപൂർവ്വമാണല്ലോ സാറേ. അതല്ലേ ഞാൻ പറഞ്ഞത്. ചിലപ്പോ ഇതിലും വലിയ മീൻ ഏതെങ്കിലും കുരുങ്ങി കാണും. എല്ലാവരും കൂടി അതിന് പിന്നാലെ ആവും. അത് കഴിഞ്ഞാൽ വിളിച്ചോളൂന്നേ. അതോ വേറെ ആരെങ്കിലും ഇടപെട്ട് കാണോ? ആര്? അച്ഛൻ. സാറിന്റെ അച്ഛനോ? അച്ഛനെ അത്ര നിസ്സാരമായി കാണണ്ട. അവളെങ്ങാനും അച്ഛനെ വിളിക്കുകയോ സഹായം അഭ്യർത്ഥിക്കുകയോ ചെയ്തിട്ടുണ്ടാവുമോ? അങ്ങനെ അച്ഛൻ്റെ ഡൽഹി കണക്ഷനിലുള്ള ആരുടെയെങ്കിലും സംരക്ഷണം അവൾക്ക് കിട്ടിക്കാണും. എങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. സാറിന് പേടിയാ കൂടുതലും. അതുകൊണ്ടാ ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നത്. വേദയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ സാറിന്റെ അച്ഛനത് ഉടനെ വിക്രമമായി കൈമാറും. അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞാൽ ഇപ്പൊ പത്തി താഴ്ത്തിയിരിക്കുന്ന വിക്രം വേറെ ഒരാളാവും. ഇല്ലെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അത് ശരിയാണ്. അതാ പറഞ്ഞത്. സാറ് സമാധാനത്തോടെ ഒരെണ്ണം എടുത്ത് കഴിക്കേ. എന്തായാലും വിക്രം ഒരു 10 കൊല്ലമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അകത്ത് കിടക്കും. കുറച്ച് കഴിയുമ്പോൾ ഈ കറക്കമൊക്കെ നിർത്തി വേദ ഇങ്ങ് മടങ്ങി വരും. പേപ്പറൊക്കെ നമുക്ക് അപ്പോൾ സൈൻ ചെയ്യിക്കാന്നേ. ഇനി അഥവാ വന്നില്ലെങ്കിലും ഈ കണ്ട സ്വത്ത് മുഴുവൻ കിട്ടാൻ പോകുന്ന സാറിന് തന്നെയല്ലേ? അങ്ങനെയല്ല സാബു. ആലോചിക്കും തോറും ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് പ്രശ്നം? ദില്ലിയിൽ അവളെ അന്വേഷിച്ചിരുന്നവർ പെട്ടെന്നാണ് സൈലന്റ് ആയത്. അതിനർത്ഥം ഒന്നുകിൽ അവൾ ആരെയോ പേടിക്കുന്നു, അല്ലെങ്കിൽ
തേടിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി കാണും. അങ്ങനെ ആരെങ്കിലും പേടിച്ചിട്ടാണ് അവൾ മാറി നിൽക്കുന്നതെങ്കിൽ അവൾ അത്രയും സുരക്ഷിതമായ കൈകളിലാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാരായിരിക്കും? സാറിങ്ങനെ പേടിക്കാൻ തുടങ്ങിയാലോ? സാറേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അറിയാതിരിക്കുവോ? അങ്ങനെയല്ല സാബു, ഒരു ഗട്ട് ഫീൽ എന്ന് പറയില്ലേ, അതുപോലൊന്ന്. എന്ത് ഗട്ട് ഫീല്? ആ കുഞ്ഞ് പിറന്നു കഴിഞ്ഞു എന്നൊരു തോന്നൽ. 7 കുഞ്ഞുങ്ങൾക്കൊടുവിൽ കൃത്യം 8ാമത്തെ കുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതുപോലെ ആ കുഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുമോ എന്നൊരു തോന്നൽ. കുഞ്ഞിനെ ഞാൻ എടുത്തു തരാം. മോൾ ഇവിടെ നിന്നാ മതി. എന്താമേ? കുഞ്ഞിനെ അവിടെ കിടത്താൻ. എവിടെ? വേദയുടെ മുറിയില്. അതെന്തിനാ? ഇതല്ലേ കുഞ്ഞിന്റെ മുറി. നീ എന്തൊക്കെയാ തരുണി പറയുന്ന? അവൾ ഉണർന്ന് കരഞ്ഞാലോ? നേരത്തെ കരഞ്ഞപ്പോഴും ഞാനല്ലേ ഓർക്കിയത്. അതുപോലെയാണോ രാത്രിയിൽ വിശന്ന് കരയുമ്പോ? ഉണർന്ന് കരയുന്ന കുഞ്ഞ് ആദ്യം തേടുന്ന അതിന്റെ അമ്മയായിരിക്കും. അതിനവൾക്ക് അമ്മയില്ലല്ലോ. മോനെ, ആ സ്ഥാനത്തിപ്പോ ഒരാളില്ലേ? ആ സ്ഥാനത്തോ? അങ്ങനെയല്ല, കുഞ്ഞിയെ നോക്കുന്നതിനും പാലൂട്ടുന്നതിനും വേണ്ടിയല്ലേ വേദയെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. നീ ഇങ്ങനെ എത്ര കാലം കുഞ്ഞിനെ താലോലിച്ച് ജോലിക്ക് പോകാതെ ഇവിടെ ഇരിക്കും? ആ സമയത്ത് വേദയെപ്പോലെ ഒരാളുള്ളത് കുഞ്ഞിന് നല്ലതല്ലേ മോനെ? ചില തീരുമാനങ്ങൾ അബദ്ധമായെന്നാ എനിക്കിപ്പോ സംശയം. എന്തായാലും കുറച്ചുനാൾ കൂടി കഴിഞ്ഞാ കുഞ്ഞിന് കുപ്പിപ്പാൽ കൊടുത്ത് ശീലിപ്പിക്കണം. തൽക്കാലം കുഞ്ഞിന് അമ്മ കൊടുത്തേക്ക്. അതെ, രാവിലെ നേരത്തെ ഇവിടെ കൊണ്ട് കിടത്തണം. ഉണരുമ്പോ എനിക്ക് അവളുടെ മുഖം കാണണം. നമ്മളെ സോറി മോളെ, കുറച്ചു നാളത്തേക്ക് കൂടി മോളെ അമ്മയോട് പൊറുക്ക്.
വിക്രം എന്തായി ആലോചിക്കുന്നത്? ഉം? ഏയ് ചുമ്മാ വരാൻ പോകുന്ന ജീവിതത്തിലെ ഓരോ രംഗങ്ങൾ. ഓഹോ, ജീവിത നാടകത്തിലെ രംഗങ്ങൾ മനസ്സിൽ പ്രാക്ടീസ് ചെയ്യുവാണോ? ഒരു കണക്കിന് വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഉം. ആട്ടെ, ഇപ്പൊ എന്ത് രംഗമാ മനസ്സിൽ കണ്ടത്? എന്താ ചിരിക്കുന്നത്? പറയട്ടെ, ആ പറ. നമ്മുടെ കുഞ്ഞ് നിന്റെ വയറിൽ കിടന്ന് വലുതായി 10ാം മാസത്തിൽ പ്രസവിക്കുന്നതിന് തൊട്ടു മുമ്പ് എളിയില് കയ്യും കുത്തി നിറവയറും താങ്ങി നീ ഇങ്ങനെ നടക്കില്ലേ? അയ്യേ. അപ്പോ നിന്നെ സഹായിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് ആലോചിക്കായിരുന്നു. ഛീ. നമ്മുടെ നാട്ടില് കുഞ്ഞ് ജനിച്ച് കുറേ നാള് കുട്ടിയെ വളർത്തുന്നത് അമ്മയുടെ മാത്രം ഉത്തരവാദിത്വം അല്ലേ വേദ? നമ്മുടെ നാട്ടില് മാത്രമല്ല, ലോകത്തെല്ലായിടത്തും സർവചരാചരങ്ങളിലും അതങ്ങനെയാണ്. മനുഷ്യരിലും ജന്തുക്കളിലും എല്ലാം. ആ, ശരിയാണല്ലോ അല്ലേ? എന്താണോ അതിന് കാരണം? സിമ്പിൾ അല്ലേ? ഈ ലോകം പെണ്ണുങ്ങളുടേതാണ്. ഇത് നിലനിർത്തുന്നതും വരും തലമുറകളിലൂടെ വളർത്തിക്കൊണ്ടുവരുന്നതും ഞങ്ങൾ സ്ത്രീകളുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ഞങ്ങളോ? നിങ്ങൾ വെറും ടൂൾസ്. ഞങ്ങൾ സ്ത്രീകളെ ഹെൽപ്പ് ചെയ്യാൻ ദൈവം കണ്ടെത്തിയ വെറും ഉപകരണങ്ങൾ. എന്താ ഹാപ്പി അല്ലേ? എന്താ ചിരിക്കുന്നത്? ഞാൻ ഓർക്കുകയായിരുന്നു, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാനും രാജ്യം ഭരിക്കാനും വലിയ വലിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനും പറ്റും. വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതെന്താ സ്ത്രീകൾക്ക് പറ്റില്ലേ? ആ, പറ്റും, തർക്കമില്ല. പക്ഷേ പെറ്റ് വീണ ഒരു കുഞ്ഞിനെ കൈ കൊടുത്ത മിക്കവാറുമുള്ള പുരുഷന്മാര് എങ്ങനെ എടുക്കണമെന്ന് പോലും അറിയാതെ കഷ്ടപ്പെടും. ആ കുഞ്ഞിനെ പോലെ തന്നെ നിസ്സഹായനാവും ആ കുഞ്ഞിന്റെ അച്ഛനും, അല്ലേ? അങ്ങനെ അല്ലാത്ത പുരുഷന്മാരും ഉണ്ട്. ജനിച്ച ഉടനെ തന്നെ അമ്മമാര് മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങളില്ലേ? അവരിൽ പല കുട്ടികളും ആരുടെയെങ്കിലുമൊക്കെ കാരുണ്യത്തിൽ വളരും. മറ്റു ചില കുട്ടികളെ അവരുടെ അച്ഛന്മാര് തന്നെ വളർത്തി വലുതാക്കും. അത്തരം കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയും അച്ഛൻ തന്നെയാവും. അങ്ങനെ എന്തെങ്കിലും എനിക്ക് സംഭവിച്ച പ്രസവത്തോടെ ഞാൻ ഇല്ലാതായ നമ്മുടെ കുഞ്ഞിന് അച്ഛനും അമ്മയും വിക്രം ആയിരിക്കോ? വരാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളായിരിക്കും. അതിനെ ഇപ്പോഴേ നെഗറ്റീവ് ആക്കണ്ട. വേദ, നമുക്കൊരു കുഞ്ഞ് പിറന്നാലേ അതൊരു പെൺകുട്ടിയായിരിക്കും. എന്താ ഇത്ര ഉറപ്പ്? അതങ്ങനെയാ. അങ്ങനെയാണെങ്കിൽ അവക്ക് എന്ത് പേരിടും? ജനിക്കുന്നതിന് മുൻപ് കുഞ്ഞുങ്ങൾക്ക് പേര് കണ്ടുവെക്കരുത്. അവർക്ക് വേണ്ട ഉടുപ്പുകളോ കളിപ്പാട്ടങ്ങളോ ഒന്നും വാങ്ങി വെക്കരുതെന്നും പറയും. നമുക്കൊന്നും ഇപ്പോഴേ ആലോചിച്ച് വെക്കണ്ട കേട്ടോ വിക്രമാദിത്യ. നിന്റെ അച്ഛനോട് ഒന്നും നിനക്ക് വേണ്ടി ആദ്യമേ കരുതി വെക്കണ്ടെന്ന് പറഞ്ഞത് ഇങ്ങനെയായി തീരാനായിരുന്നില്ലല്ലോ മോളെ. ഒന്ന് കാണാൻ പോലും പറ്റാത്ത അകലത്തിലേക്ക് നിന്നെയും കൊണ്ട് ഓടിപ്പോരേണ്ടി വരുമെന്ന് അന്നമ്മ ഓർത്തതേ ഇല്ലല്ലോ മോളെ.
വേദ, ചില സംഭവങ്ങൾ ജീവിതത്തെ രണ്ടായി മുറിക്കും. ആദ്യ പാതിയിലെ ആളെ ആവില്ല രണ്ടാം പാതിയില്. ചെറുപ്പത്തില് അച്ഛനൊരു കഥ പറഞ്ഞു തരുമായിരുന്നു. ഒരു കാട്ടാളൻ മഹാകവിയായ കഥ. രത്നാകരൻ വാത്മീകിയായ കഥയല്ലേ? നാരദ മഹർഷിയുടെ ഒറ്റ ചോദ്യം കൊണ്ട് കാട്ടാളൻ കവിയായത്. അതുപോലെ എൻ്റെ ജീവിതത്തെ രണ്ടായി തിരിച്ചത് ഈ ഒരൊറ്റ സംഭവമാണ്. നിന്റെ കഴുത്തിൽ ചാർത്തിയ ഈ താലി. കഥയില് കാട്ടാളൻ കവിയായപ്പോ ജീവിതത്തില് കാട്ടാളൻ കാമുകനായല്ലേ? ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ജീവിതം രണ്ടായിട്ടല്ല, പലതായിട്ടാണ് മുറിഞ്ഞു പോയത്. എങ്കിലും ഞാൻ കാത്തിരിക്കുകയാണ് വിക്രം. നമ്മുടെ കുഞ്ഞിന് വേണ്ടി കൊലക്കത്തിയുമായി നടക്കുന്നവരിൽ നിന്നും രക്ഷ നേടാൻ എനിക്ക് മുമ്പിൽ ഈ ഒരു വഴിയെ തിരഞ്ഞെടുക്കാൻ അന്ന് തോന്നിയുള്ളൂ. വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങുന്ന കാലം വരെ എന്തൊക്കെ സഹിച്ചാലും ഞാൻ ഈ ജീവിതം തുടരും. പക്ഷെ അതോടൊപ്പം ഈ ജീവിതം കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് നീങ്ങുമെന്നും എനിക്ക് ഭയമുണ്ട്. നമ്മുടെ മകൾക്ക് കാവലാളായി ഇപ്പോൾ ഉള്ളത് ഏറ്റവും സ്നേഹമുള്ള ഒരു അമ്മയും അവരുടെ മകനുമാണ്. പക്ഷെ ആ മകന്റെ കാവൽ ഭാവിയിൽ നമ്മുടെ ജീവിതത്തെ ബാധിക്കുമോ വിക്രം? നമ്മുടെ മോളോടുള്ള അയാളുടെ ഭ്രാന്തമായ വാത്സല്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവിടെ അകറ്റുമോ? തൽക്കാലത്തേക്ക് രക്ഷകനായി വന്നവൻ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശിക്ഷകനായി മാറുമോ? ഒരു മഴനൂലിൽ കനവുകൾ നെയ്യും കാലം പോലെ നിമിനേരമെന്നിൽ നിറതാരമായും നിറമാല ചാർത്തും മലർദീപമായും പ്രേമാകാശമേ നീ. ഏതോ ഒരു മഴനൂലിൽ കനവുകൾ നെയ്യും കാലം പോലെ നിമിനേരമെന്നിൽ നിറതാരമായും നിറമാല ചാർത്തും മലർദീപമായും പ്രേമാകാശമേ നീ. ഞാൻ കാത്തൊരാ ശ്രീകോവിലിൽ അറിയാതേതോ മണിനിസ്വനം ഞാൻ ഓർത്തൊരാ മന്ത്രങ്ങളിൽ നിൻ പേരിനാൽ ഗീതാഞ്ജലി. ഏകാന്തമേ നേരങ്ങളിൽ തുണയാകണം നിൻ നിഴലാകണം ഒരു ചെറുമഴയുടെ കുളിരിൽ നാം. ഏതോ ഒരു മഴനൂലിൽ